വാവള്ളി വരപൂജ്യം. വാവള്ളി വരപൂജ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയിലെ ഒരു ഡയലോഗ് കേട്ടിട്ട് വരാം. ഷാരുഖാനായാലും അമിതാഭ് ബച്ചനായാലും എന്റെ മോളെ കെട്ടാൻ വന്ന സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. കേട്ടില്ലേ? ഷാരൂഖ് ഖാന് സർക്കാർ ജോലി. സിനിമയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയാണെന്നേ ഇത്. സർക്കാർ ജോലി ഉണ്ടോ പിന്നെ വേറെ ഒന്നും വേണ്ട. പറഞ്ഞു വന്നത് അത് തന്നെ, സർക്കാർ ജൊലി, PSC. ശരിക്കും പറഞ്ഞാൽ വലിയ പ്രതീക്ഷയോടെയാണ് ആളുകൾ PSC എഴുതി കിട്ടാൻ ഓടി നടക്കുന്നത്. പലരും സമയം ഒട്ടും പാഴാക്കാതെ മറ്റു പല ജോലികൾക്കുമൊപ്പം രാത്രി പോലും ഉറക്കം മുളച്ചിരുന്ന് പഠിച്ച് ആ വലിയ സ്വപ്നത്തെ സ്വന്തമാക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ഏത് ഉറക്കമുളച്ചിരുന്ന് പഠിച്ച്, എന്നാൽ ഇതിപ്പോഴത്തെ കാര്യമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നിങ്ങൾ അറിഞ്ഞില്ലേ, സമ്പ്രദായമൊക്കെ മാറി. ഇപ്പോൾ പഠിക്കാതൊക്കെ ജോലി കിട്ടും. പിൻവാതിലൂടെയൊക്കെ ഈ പണിയെടുക്കുന്നവരെയൊക്കെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയില്ലേ, അത്. പറഞ്ഞു വന്ന വിഷയത്തെ കുറച്ച് ഗൗരവകരമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. തുടങ്ങിയാലോ? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ സർക്കാർ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി ഭരണഘടനാപരമായി രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവ നടത്തി വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ജീവനക്കാരെ തിരഞ്ഞെടുക്കുക. സിവിൽ സർവീസ് നിയമനങ്ങൾ, പ്രമോഷനുകൾ, അച്ചടക്ക നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക എന്നിവയാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ, അതായത് PSCയുടെ പ്രധാന ചുമതലകൾ. പ്രധാനമായും 3 രീതികളിലാണ് PSC പരീക്ഷകൾ നടത്താറുള്ളത്. OMR പരീക്ഷകൾ, അതായത് മിക്ക തസ്തികകളിലേക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകളാണ് ഉണ്ടാകാറുള്ളത്. അടുത്തത് ഓൺലൈൻ പരീക്ഷകൾ, പിന്നെ വിവരണാത്മക പരീക്ഷകൾ. കേരള PSC വഴി നികത്തപ്പെടുന്ന ചില പ്രധാന തസ്തികകൾ LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, സിവിൽ പോലീസ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സ്കൂൾ അധ്യാപകർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒഫീഷ്യൽസ് എന്നിവയാണ്. PSCയെ കുറിച്ച് ഒന്ന് അറിയാൻ പറഞ്ഞതാണ് കേട്ടോ. ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ വസ്തുതകളും ഉൾപ്പെടുത്തണമല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കേണ്ട PSCക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇടതുപക്ഷം ഭരണത്തിലിരിക്കുന്ന സമയം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടും നിയമനം ലഭിക്കാതെ പോയവർ കേസുമായി മുന്നോട്ട് വന്നിരുന്നു. ഇവിടെയാണ് അർഹതയുള്ളവർക്ക് പകരം അനർഹരിലേക്ക് ജോലി എത്തിയത്, ശുപാർശകൾ വഴി. ഈ ഘട്ടത്തിൽ നിന്നുമാണ് ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിന് തുടക്കം കുറിക്കപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണ് സർക്കാർ. അതിന്റെ തുടർന്നുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത് PSCയും. എന്നാൽ ഇന്ന് PSC അതിന്റെ വിശ്വാസ്യതയും സുതാര്യതയും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. 25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് PSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നത്. ഒരുപാട് ആളുകൾ വലിയ പ്രതീക്ഷയോടെ മുൻപിൽ കാണുന്ന വെളിച്ചമാണ് ഇന്ന് പ്രതീക്ഷകൾ കെടുത്തിക്കൊണ്ട് നിയമത്തിന് മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നത്. നിയമനങ്ങളിൽ അട്ടിമറി, സ്വജനപക്ഷപാതം, ഇന്റർവ്യൂവിലെ തിരികെക്കയറ്റൽ, ചോദ്യക്കടലാസ് ചോർച്ച, നിയമനത്തിന് മുന്നിലെ വ്യാജരേഖകൾ തുടങ്ങി PSCക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ നിസ്സാരവൽക്കരിച്ചു കാണാൻ സാധിക്കുന്നതല്ല. ഇഷ്ടക്കാരെ നിയമിക്കാൻ കൊട്ടേഷൻ എടുത്ത കമ്മീഷനായി PSC മാറിയെന്നാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ച് ഉയരുന്ന പരാതി. നിയമനങ്ങളിൽ, നിയമന നടപടികളിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. അടുത്തത് സ്വജനപക്ഷപാതമാണ്. ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ? ഉണ്ടെങ്കിൽ പണി എളുപ്പമാ. കാരണം ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഇടത് അനുകൂല സംഘടനാ നേതാക്കളുടെയും ബന്ധുക്കളെയും ഉയർന്ന റാങ്കിൽ എത്തിക്കാൻ 10 വർഷത്തിനിടെ PSC അധികൃതരുടെ ഭാഗത്തു നിന്ന് വഴിവിട്ട സഹായങ്ങളാണ് ഉണ്ടായത്. ഇനി അടുത്ത ആരോപണം ഇന്റർവ്യൂവിലെ തിരികെക്കയറ്റൽ. എഴുത്തു പരീക്ഷയിൽ പിന്നിലായിരുന്നവർക്കൊക്കെ മാർക്ക് വാരിക്കൂട്ടി നൽകി 1ാം റാങ്കിൽ എത്തിക്കുന്നു. ഒരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന പരിപാടി തീരുന്നില്ല, ഇനിയുമുണ്ട്. കേട്ടിട്ടു പോകൂ. ചോദ്യക്കടലാസ് ചോർച്ച, നിയമനത്തിന് വ്യാജരേഖകൾ. എന്ത് സുഖമല്ലേ? ഓസിന് കിട്ടിയാൽ നല്ലതല്ലേ? അതും ഒരു സർക്കാർ ജോലി. സംസ്ഥാനത്ത് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കനക്കുകയാണ്. ഉദ്യോഗാർത്ഥികളുടെയും യുവജന സംഘടനകളുടെയും ജനരോഷം തെരുവുകളിലേക്ക് പടരുന്ന കാഴ്ചയ്ക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയതോടെ സംസ്ഥാന തലസ്ഥാനം ഉൾപ്പെടെ വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. വളരെ നാടകീയമായ രംഗങ്ങളാണ് PSC ആസ്ഥാനത്ത് അരങ്ങേറിയത്. ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് വലിയ തോതിലുള്ള അക്രമത്തിലും പോലീസുമായുള്ള ഏറ്റുമുട്ടലിലുമൊക്കെയാണ് കലാശിച്ചത്. പരീക്ഷാ അട്ടിമറിയിലും ഉദ്യോഗാർത്ഥികളോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസമാണ് PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ജില്ലാ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലായിരുന്നു ഈ ശക്തമായ പ്രതിഷേധം. 25ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ സുരക്ഷാ വലയങ്ങളൊക്കെ തകർത്ത് PSC ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറി. ഓഫീസ് വളപ്പിലെത്തിയ പ്രതിഷേധക്കാർ PSC ചെയർമാനെ തടയാൻ ശ്രമിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി.
പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിനിടയിൽ പോലീസും എത്തി. എന്തായാലും നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല കേട്ടോ. തലസ്ഥാനത്തെ സംഘർഷങ്ങൾക്ക് പിന്നാലെ തൃശൂർ കേരള കലാമണ്ഡലത്തിലും സമാനമായ രീതിയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് വരെ എത്തിച്ചത്. താൽക്കാലിക അധ്യാപക നിയമനത്തിനായി നിശ്ചയിച്ചിരുന്ന അഭിമുഖം തടയുമെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് പ്രവർത്തകർ ക്യാമ്പസിലേക്ക്. പഠിക്കാനുള്ള അവകാശം തടയുന്നുവെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് തടഞ്ഞു. വിദ്യാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയ സ്ഥലത്ത് സംഘർഷാവസ്ഥ വരെ നിലനിന്നിരുന്നു. പൊതുജനങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഉയർന്നു വന്ന കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് സർക്കാർ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം. PSC ക്രമക്കേടിലെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരുന്നു. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ SP, DYSP റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് തുടർന്നുള്ള സംഘത്തിന്റെ നടപടികളിലേക്കാണ്. പരീക്ഷാ ക്രമക്കേടുകളിൽ വ്യാപക പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ കർശന നടപടി. വിഷയത്തിൽ അന്വേഷണത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടാതെ ഗുരുതരവും ഞെട്ടിക്കുന്നതുമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നതെന്നും KAS പരീക്ഷയിലും പരാതിയുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശനും പ്രതികരിച്ചു. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചവരെ മറികടക്കാൻ അഭിമുഖത്തിലെ മാർക്കിൽ കൃത്രിമം കാട്ടിയെന്നും പരാതി ലഭിച്ചിട്ടുണ്ട്. എല്ലാം പരിശോധിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ വിശദമായ അന്വേഷണമാണ് ഇതിൽ വേണ്ടത്. പറഞ്ഞതുപോലെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്നത് കൊണ്ട് തന്നെ ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന PSCക്ക് ഇനി രക്ഷയുണ്ടോ? എങ്ങാനും ക്രമക്കേട് തെളിഞ്ഞാൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കി അറസ്റ്റിലേക്ക് വരെ നീങ്ങാം. എന്തായാലും കണ്ടറിയാം. വാവള്ളി വരപൂജ്യത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. വാവള്ളി വരപൂജ്യം.